ഹലോ തിരക്കാണോ? തിരക്കുന്നില്ലല്ലോ. ഫ്രണ്ടാണോ? ഓക്കെ ഓക്കെ, ഞാൻ താൻ ഒറ്റയ്ക്ക് എഴുതിയിട്ടാണ് സംസാരിക്കാന്ന്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. നേരത്തെ ഇപ്പൊ എന്റെ ഫ്രണ്ടിനെ പാസ് ചെയ്ത് പോയത്. അപ്പൊ സ്വാഭാവികമായിട്ടും മീൻസ് എല്ലാ പയ്യന്മാരും പറയുന്ന ആരും എടുക്കല്ലേ, മീൻസ് പെട്ടെന്ന് ഫസ്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ. അതല്ല പറയുന്നത്, കുറച്ച് ഭയങ്കരമാണെങ്കിൽ പോലും ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് ഒരു സാധനം തോന്നിയായിരുന്നു. മീൻസ് ഞാൻ ഈ കുട്ടിയോടൊന്നും കരുതിയില്ല, ഞങ്ങൾക്ക് താൻ ഒറ്റയ്ക്ക് എങ്കിലും ഒരിക്കലും സംസാരിക്കില്ലായിരുന്നു. കാരണം ഒന്നാമത് ഞാൻ കുറച്ച് ഷൈ ആണ്. അപ്പോൾ നിങ്ങളും കൂടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹായ് അൻസി. അൻസി കല്യാണം കഴിഞ്ഞോ? അത് മീൻസ് എന്താ, മാരീഡ് ആണോ? ഓക്കെ ഓക്കെ. അല്ലല്ല, ഇഷ്ടമാണെന്നല്ല പറഞ്ഞത്, മീൻസ് ഒരു അട്രാക്ഷൻ തോന്നി, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ക്രഷ് ഒന്നും പറയാം, അട്രാക്ഷൻ തോന്നി. അപ്പൊ ജസ്റ്റ് ഞാൻ ഓക്കെ എങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവോ? മീൻസ് ഇൻസ്റ്റഗ്രാം ഐഡിയോ ഓർ ഫോൺ നമ്പറോ തന്ന് കംഫർട്ടബിൾ ആണെങ്കിൽ. അല്ല, നമുക്കിപ്പോ മുൻപ് ഞാൻ കണ്ടതിന് മുമ്പൊന്നും പറഞ്ഞില്ല, പക്ഷെ ഇപ്പോഴല്ലേ കണ്ടത്. താമസിച്ചാൽ എന്റെ മിസ്റ്റേക്ക് ഒന്നല്ലോ, സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയില്ലേ. അപ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മീൻസ് ഇങ്ങനത്തെ സംഭവമാണ്. ഞാൻ എല്ലാ പയ്യന്മാരെ പോലെ മീൻസ് കാണുന്ന അങ്ങനെ ആ രീതിയിൽ വിചാരിക്കില്ല. പ്ലീസ് നെഗറ്റീവ് തിങ്ക് ചെയ്യല്ലേ. പറയുന്നത് ഫുൾ നെഗറ്റീവ് ആണെങ്കിൽ പോലും ആ രീതിയിൽ തിങ്ക് ചെയ്യല്ലേ പ്ലീസ്. ഒന്നും പറയാതിരുന്ന ഇങ്ങനെയാണ്. അല്ല, ഇൻസ്റ്റാഗ്രാം ആയിട്ട് തരാൻ പ്രശ്നമൊന്നുമില്ലടാ. ഇൻസ്റ്റാഗ്രാം ആയിട്ട് വരുന്ന പ്രശ്നം അല്ല. ഞാനിപ്പോ എന്ത് ചെയ്യാൻ മീൻസ് ഞാനിപ്പോ എന്ത് ചെയ്യാന്ന് അങ്ങനെയല്ല. അല്ല, വിളിച്ചില്ല എങ്കിൽ മീൻസ് ഞാൻ എന്താ പറയാ, നമ്പർ എന്നുള്ള പ്രശ്നം പറയാം. അങ്ങനല്ല, നമ്പർ എന്നുള്ള പ്രശ്നം പറയാവോ? മീൻസ് നീ ഇന്ന് വിളിക്കും നാളെ വിളിക്കും കുറെ നാൾ വിളിക്കും, ഞാൻ വെയിറ്റ് മീൻസ് കാത്തിരിപ്പം ഫീലില്ലേ, അത് വല്ലാത്തൊരു ഫീൽ എന്ന് പറയാൻ പറ്റും. ഇൻസ്റ്റയില്ല എന്റെ മോളെ, എങ്ങനെ പറഞ്ഞു നമ്മള് ലൈക്ക് യുവർ ഹെയർ ഓക്കേടാ. അപ്പോ ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്, ഞാൻ മെസ്സേജ് അയക്കാം. പ്ലീസ് റെസ്പോണ്ട് ടു മീ. റിലേഷൻ ഉണ്ടായിരുന്നു മുമ്പ്? ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു. നാളെ ഇതേപോലെ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ പ്രപ്പോസ് ചെയ്തു. ഇല്ല, ഒരിക്കലില്ല. അൻസി ഇപ്പൊ അങ്ങോട്ടും ഇവിടെ പോലെ വേറൊരു കുട്ടി കണ്ടപ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോ സംസാരിച്ചപ്പോ എനിക്ക് അങ്ങനെ അങ്ങനെ തോന്നിയായിരുന്നു. ഒട്ടും തോന്നില്ല. എടാ സീരിയസ് ഞാൻ പോകുന്നത് നിങ്ങൾ പരസ്പരം നോക്കുന്നുണ്ട്. സീരിയസ്ലി അപ്പൊ എനിക്കൊരു കോളം റെസ്പോണ്ട് ചെയ്യാം. ഇൻസ്റ്റാ മെസ്സേജ് അയക്കാം ഉറപ്പായിട്ടും. പക്ഷെ ഒരു വിശ്വാസം പറയാം, തേക്കുന്നൊരു ഉത്ഭവം പോലെ. അല്ലല്ല, അങ്ങനല്ല അങ്ങനല്ല. ഈ വന്നതിന് ഇഷ്ടം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിന്റെ ക്രഷ് ആണ് മീൻസ് ഒരു പെട്ടെന്ന് ഒരു ലവ് ഫസ്റ്റ് ആയിട്ട് സാധനം അത് നിങ്ങൾ തോന്നി. ചിലപ്പോൾ ആണെങ്കിൽ നീ ആയിട്ട് സംസാരിക്കും കുറച്ചും കൂടി അടുക്കാൻ പറ്റുമായിരിക്കാം. ചിലപ്പോൾ നിന്റെ ക്യാരക്ടറിന്റെ നമ്മൾ സെയിം ബോണ്ട് അല്ലായിരിക്കാം. അത് മേ ബി പ്രൈവൻസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കാം. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്ന അടിസ്ഥാനത്തിൽ സംസാരിച്ചെന്നുള്ളൂ. നീ എന്തുകൊണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടി എന്നെ സംബന്ധിച്ച് ചേട്ടൻ ഒരു സ്ട്രേഞ്ചറാണ്. അപ്പൊ പെട്ടെന്ന് ഒരു മറുപടി പറയാന്ന് പറഞ്ഞാൽ കളിയല്ലല്ലോ ഇത്. അപ്പൊ ജസ്റ്റ് സംസാരിച്ച് പരിചയപ്പെട്ട് ജസ്റ്റ് ഒരു നമ്പർ ഒരു മിനിറ്റ് ഞാൻ അവളോടൊന്ന് ചോദിച്ചിട്ട് അങ്ങനൊക്കെ. ശരി ശരി. ഒരു നമ്പർ ചോദിക്കുന്നു ചേട്ടൻ. നമ്പർ തരുന്നതിൽ എനിക്കിപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പരിചയപ്പെട്ടിട്ടല്ലേ, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്പർ തന്നാൽ മതിയല്ലോ. അങ്ങനല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞേക്കെ നിവ്യ എൻ്റെ ഇൻസ്റ്റാഗ്രാം മേടിച്ചു മീൻസ് ഇൻസ്റ്റാ മെസ്സേജ് അയച്ചെന്ന് വെച്ചോ, ഇയാൾ റെസ്പോണ്ട് ചെയ്യുന്ന എന്താ ഒരു ഉറപ്പ്? എനിക്ക് ഉറപ്പില്ല. ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? ഇല്ല, അവർക്ക് മനസ്സിലാകുന്നില്ല, അവർക്ക് ആ പേരൻസ് മനസ്സിലാകുന്നില്ല. പിന്നെ സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് മീൻസ് എനിക്ക് ഒരു ഓപ്ഷൻ ഇല്ല. എനിക്ക് ഭയങ്കര സ്നേഹം പ്രണയം എന്നല്ല അവിടുത്തെ,
പക്ഷെ കണ്ടപ്പോ ഒരു അട്രാക്ഷൻ തോന്നി, ക്രഷ് തോന്നി. സാധാരണ നിനക്ക് ഇടാൻ തോന്നില്ലേ, അത് ഞങ്ങൾ കേട്ടാണ് സംസാരിച്ചത്. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും തോന്നുന്നില്ല. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും അറ്റാച്ച്മെന്റ് ആയതുകൊണ്ട് മീൻസ് ഒരു സംസാരത്തിൽ ഒരു ബോണ്ടിങ് എനിക്ക് ഫീൽ ആയതുകൊണ്ട് ഞാൻ നമ്പർ ചോദിച്ചതാണ്. അപ്പോ അന്നേരം പറയാണ് നമ്പർ കുറച്ച് കമ്മിയായിട്ട് വരാന്ന് പറയുന്നത് ജനുവൻ കാര്യമാണെങ്കിൽ പോലും സംസാരിക്കുന്നതിന് വേണ്ടി ഒരു നമ്പർ അത്രേ ചോദിക്കുന്നുള്ളൂ. ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ പറ്റിക്കത്തൊന്നും ഇല്ല, ഞാൻ മെസ്സേജ് ഇടാം. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവർക്ക് അറിയാം. ആദ്യം ഇൻസ്റ്റ വഴി പരിചയപ്പെടാം, സംസാരിക്കാം, എന്നിട്ട് നമുക്കൊരു കോണ്ടാക്ടിലോട്ട് പോകണം. അതിന് പറ്റിയ റിലേഷൻ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്പർ ഷെയർ ചെയ്താൽ മതിയല്ലോ. വെറുതെ ചേട്ടന്റെ സമയം കളയണ്ട, എന്റെ സമയം കളയണ്ട. ഞാൻ സത്യം പറഞ്ഞാൽ ദേഷ്യപ്പെടാൻ ചെയ്യരുത്, മീൻസ് ഫണ്ണായിട്ടിരിക്കണം. ഓക്കെ, നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, കുരിപ്പെന്നാണ് പറയുന്നത്. ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യാൻ വന്നതാണ്, പക്ഷെ ചെറുതായിട്ട് ചീറ്റ് പോകുന്ന അറിയാം. ഇത് അവളൊരു ക്യാമറ ഉണ്ട്, കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? നീ കണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ ഒരാൾ പ്രപ്പോസ് ചെയ്യുന്നത്? ഞാനിങ്ങനെ യൂട്യൂബ് കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എന്റെ അടുത്ത് ആരും വരുന്നില്ലല്ലോ. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണോ? ഫസ്റ്റ് ടൈം കണ്ടപ്പോഴത്തേക്കിനും ചേട്ടൻ വന്നിങ്ങനെ സംസാരിച്ചപ്പോ ആദ്യം ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് വരെ തോന്നി. കാരണം ഞാനിങ്ങനെ യൂട്യൂബ് ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബ് കാണുന്ന സമയത്ത് ഇങ്ങനെ പ്രാങ്ക് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും എന്റെ അടുത്ത് ആരും പ്രാങ്കിന് വരുന്നില്ലല്ലോ. അപ്പൊ ശരി, ബൈ.